ഈ ലോകത്തുള്ള ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യനാണ് ഇരട്ട മുഖമുള്ള ജീവി എന്ന് പറയുമ്പോൾ മനുഷ്യന് രണ്ട് മുഖമുണ്ട് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവന് ബാഹ്യമായ ഒരു മുഖമുണ്ട്, ഒപ്പം ആന്തരികമായ ഒരു മുഖവും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആന്തരികമായ മുഖഭാവങ്ങൾ നമുക്ക് കാണുക സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നമ്മോട് സംസാരിക്കുമ്പോൾ ബാഹ്യമായ അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യമായിരിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്, അഥവാ മനസ്സിനകത്ത് ഉള്ളത്. പുറത്തേക്ക് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ അകമേ അദ്ദേഹം പല്ല് കടിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. നമ്മളിത് പറയാൻ കാരണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ വേദിയിൽ അന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയെ വാനോളം പുകഴ്ത്തിയ നേതാവാണ് വി.ഡി. സതീശൻ. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് തൻ്റെ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ അല്ലെങ്കിൽ ഒരു നല്ല സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ എത്രമാത്രം പുകഴ്ത്തിയ ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല, അത്തരം ഒരു ചരിത്രവും ഉണ്ടാവുകയില്ല. അതേ വി.ഡി. സതീശനാണ് മാസം 1-2 കഴിയുന്നതിന് മുമ്പ് തൻ്റെ നിലപാട് മാറ്റിയത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു സമര പരിപാടിയിൽ വെച്ച് ഈ വി.ഡി. സതീശൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയെ അങ്ങേയറ്റം അവഹേളിച്ച് സംസാരിക്കുകയുണ്ടായി. തീരെ സംസ്കാരമില്ലാത്ത, സഭ്യതയ്ക്ക് നിരക്കാത്ത അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവിധ വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് വളരെ നിശിതമായിട്ടാണ് അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ പരിഹസിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം പോരാ, അതുപോലെ തന്നെ സംസാരിക്കാൻ അറിയില്ല, വിവരമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. മാത്രവുമല്ല, ഇവനെപ്പോലെ ഒരു വ്യക്തി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളോട്, വിദ്യാർത്ഥികളോട് എനിക്ക് സഹതാപമുണ്ട് എന്നും പറഞ്ഞു. വി.ഡി. സതീശൻ്റെ സംസ്കാരം എന്താണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതും ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഒട്ടും പ്രാപ്തിയും കഴിവുമില്ലാത്ത വ്യക്തിയാണ് നമ്മുടെ വി. ശിവൻകുട്ടി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് വി. ശിവൻകുട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. ഇനി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. മലയാളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിവരമില്ല എന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. കാരണം ഒരിക്കലും വിവരമില്ലായ്മ വിളമ്പിയിട്ടുള്ള ആളല്ല നമ്മുടെ വി. ശിവൻകുട്ടി. അദ്ദേഹം വാക്തോരിയുടെ കാര്യത്തിൽ, അടിച്ചുപൊളിച്ച് പ്രസംഗിക്കുന്ന കാര്യത്തിൽ കുറച്ച് പുറകിലാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലൊക്കെ കാര്യപ്രസക്തമായ കാര്യങ്ങൾ അതിൻ്റെ തീവ്രതയോടുകൂടി തന്നെ അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യം. അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് പ്രകാരം അദ്ദേഹം ബിരുദവും ഈ LLB നേടിയിട്ടുള്ള LLB ബിരുദധാരിയുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ് എന്നർത്ഥം. എന്നാൽ അദ്ദേഹത്തിന് വിവരമില്ല എന്ന് നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ശരിക്ക് ഇദ്ദേഹം ഒന്ന് വിലയിരുത്തേണ്ടതാണ്. കാരണം ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഇനി അത് പോകട്ടെ. ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നമ്മുടെ വി. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലയളവിൽ
നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയങ്ങളിൽ എന്തുമാത്രം പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ വി.ഡി. സതീശൻ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുന്നതെന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രമാത്രം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്, അവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രമാത്രം മെച്ചപ്പെട്ടതാണ് എന്ന് അദ്ദേഹം ഒന്ന് പഠിച്ച് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയങ്ങളുടെ നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ്, എപ്രകാരമുള്ള ക്ലാസ് മുറികളാണ് അതാത് വിദ്യാലയങ്ങളിലുള്ളത്, എപ്രകാരമുള്ള കെട്ടിടങ്ങളാണ് അതാത് വിദ്യാലയങ്ങളിലുള്ളത്, എപ്രകാരമുള്ള ലബോറട്ടറികളാണ് അതാത് വിദ്യാലയങ്ങളിലുള്ളത്, അതാത് വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പോകാനും വരാനും വാഹന സൗകര്യമുണ്ടോ, അവിടെ ഡിജിറ്റൽ ക്ലാസ് മുറികളുണ്ടോ, അവിടെ പ്രൊജക്റ്റ് വെച്ചാണോ സയൻസ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്, അധ്യാപകർ പഠിപ്പിക്കുന്നത് മൈക്രോഫോൺ സൗണ്ട് ബോക്സും ഉപയോഗിച്ചാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. നമ്മളെല്ലാം ഇത് പല വിദ്യാലയങ്ങളിലും പോയി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുരോഗതി എന്ന കാര്യത്തിൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക്, ഒരു മലയാളി എന്ന നിലയ്ക്ക് എന്നെപ്പോലെയുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർക്ക് യാതൊരു സംശയവുമില്ല. ഇതൊക്കെ നമ്മൾ നേരിൽ കണ്ട് പോയി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഈ മഹാൻ ഇതെല്ലാം പോയി കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്. അദ്ദേഹം ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുകയാണ്. മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്തതുപോലെ അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ പ്രവർത്തന പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ്, നേതാവാണ്, കമ്മ്യൂണിസ്റ്റാണ് നമ്മുടെ വി. ശിവൻകുട്ടി എന്ന് പൊതുവെ മലയാളികൾക്ക് എതിരഭിപ്രായം ഉണ്ടാവുകയില്ല, രാഷ്ട്രീയ എതിരാളികൾ ഒഴികെ. അതാണ് അവസ്ഥ. എന്നിരിക്കെ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രിയെ ഇദ്ദേഹം എത്രമാത്രം കടന്നാക്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു മാസം മുമ്പ് ഏറ്റവും കൂടുതലായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തിയ ഒരു വ്യക്തിയാണ് ഒരു മാസത്തിന് ശേഷം ഇങ്ങനെ മലക്കം മറിയുന്നത്, മറകണ്ഠം ചാടി അഭിപ്രായങ്ങൾ പാസ്സാക്കുന്നത്. ഒരു വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ വകുപ്പ് മാന്യമായി ഭരിച്ച് മുന്നോട്ട് പോയാൽ മതി, അവിടെ വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതി, അത് വേണ്ട രീതിയിൽ ഒരുക്കി കൊടുത്താൽ മതി. അല്ലാതെ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല. 140 നിയോജക മണ്ഡലങ്ങളിലെ എല്ലാ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളും സന്ദർശിച്ച് അവിടങ്ങളിലെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്ന ഏർപ്പാട്, പ്രവൃത്തി അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ട കാര്യമില്ല. ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് ഓരോ സർക്കാർ വിദ്യാലയങ്ങളിലും സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലും എപ്രകാരമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ പഠന സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി നോക്കേണ്ടത്. ഒപ്പം നമ്മുടെ പാഠ്യപദ്ധതികൾ തുടങ്ങിയ അനവധി കാര്യങ്ങൾ ഏറ്റവും ആധുനികമായ രീതിയിൽ കൈകാര്യം ചെയ്യലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അതൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ട്. ഇന്ന് ഏതൊരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അപേക്ഷിച്ച്, എത്ര നിലവാരമുള്ള ഇംഗ്ലീഷ് വിദ്യാലയങ്ങളെ അപേക്ഷിച്ച്, ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നിലവാരമുള്ളതാണ് സർക്കാർ വിദ്യാലയങ്ങൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇന്ന് സർക്കാർ വിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർക്കാൻ VIP-കളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവർക്ക് യാതൊരുവിധ മടിയുമില്ല. അത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും മികച്ച അധ്യാപകരുണ്ട്. പഴയതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുക എന്നൊരു ട്രെൻഡ് ആധുനിക കാലത്ത് മലയാളിക്ക് ഇല്ല. ഇനി മാത്രമല്ല, ഇംഗ്ലീഷ് മീഡിയം തന്നെ പഠിക്കണം എന്നുള്ളവർക്ക് അതിനുള്ള സൗകര്യവും സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ
പകൽ പോലെ വ്യക്തമാണ്. ഇന്നത്തെ കാലത്ത് പണ്ട് UDF സർക്കാരുകൾ ഭരിച്ചിരുന്ന കാലത്തേതുപോലെയല്ല. അന്നൊക്കെ ഒരു ക്ലാസ് തുറന്നതിന് ശേഷം, പഠനം ആരംഭിച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് പാഠപുസ്തകങ്ങൾ കിട്ടിയിരുന്നത്. അതിനൊക്കെ പണവും കൊടുക്കണം. ഇന്നങ്ങനെയല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ മാസങ്ങൾ ബാക്കിയിരിക്കെ തന്നെ പാഠപുസ്തകങ്ങളൊക്കെ അടിച്ച് തയ്യാറാക്കി വെക്കും. ഈ വർഷവും അങ്ങനെ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, UDF സർക്കാരിൻ്റെ കാലത്തേതിൽ നിന്ന് വിഭിന്നമായി ഇന്ന് സൗജന്യമായിട്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ, പാഠ്യപുസ്തകങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. ഒറ്റ പൈസ പോലും ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നില്ല. അതിന് പുറമെയാണ് ഉച്ചഭക്ഷണം, അതുപോലെ തന്നെ 4 മണി ഭക്ഷണം തുടങ്ങി സമ്പുഷ്ടമായ ആഹാരം ഓരോ വിദ്യാർത്ഥികൾക്കും സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, യൂണിഫോം, പണ്ടൊക്കെ യൂണിഫോം കിട്ടണമെങ്കിൽ മാസങ്ങളോളം പണമടച്ച് കാത്തിരിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ പുതിയ ഈ 2 മന്ത്രിസഭകളുടെ കാലത്ത് അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നൊക്കെ വിദ്യാലയം തുറക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമിനുള്ള ഡ്രസ്സ്, തുണികൾ കിട്ടും. അത് തയ്ക്കാനുള്ള കാശും ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഈ 10 വർഷക്കാലത്തിനുള്ളിൽ ഈ ഗവൺമെൻറ് വിദ്യാലയങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അവസാന കാലം മന്ത്രിയായിട്ടിരിക്കുന്ന വി ശിവൻകുട്ടിക്കും ഉണ്ട് എന്നുള്ള കാര്യം നമ്മളൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് തികച്ചും ഒരു രാഷ്ട്രീയപരമായ കടന്നുകയറ്റം ഇദ്ദേഹത്തിന് നേരെ നടത്തിയിട്ടുള്ളത്. അതിനൊരൊറ്റ കാരണമാണ് ഉള്ളത്. അത് രാഷ്ട്രീയപരമായ പെട്ടെന്നുണ്ടായ ഒരു വികാരമാണ്. എന്ന് പറഞ്ഞാൽ, നിയമസഭാ പ്രസംഗത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വലിയ ബഹളമുണ്ടാക്കിയ സമയത്ത് ഈ സ്വർണ്ണക്കൊള്ള നിങ്ങളുടെ സമുന്നതനായ നേതാവ് സോണിയാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ സോണിയാഗാന്ധിയെ കൂടി അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യണം എന്ന് ശിവൻകുട്ടി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചതും പ്രതിപക്ഷ കക്ഷികളെ ചൊടിപ്പിച്ചതും. അതിൻ്റെ പേരിലാണ് ഈ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ നിലവിൽ രണ്ടും കൽപ്പിച്ച് വി എസ് ശിവൻകുട്ടിയെ കടന്ന് ആക്രമിക്കുന്നത്. അതിൻ്റെ പിന്നിൽ തികച്ചും രാഷ്ട്രീയമാണ്.